നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് റെവല്യൂഷനാണ്, ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പം നമുക്കറിയാം ഹിസ്റ്ററിയിൽ വേൾഡായി റിലേറ്റ് ചെയ്ത് നമ്മൾ ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തു? ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അതോടൊപ്പം തന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് റെവല്യൂഷനാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ പിന്നെ പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത് ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 3 ഇന്ന് നടന്ന എക്സാമിനും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചന്ദ്രയാൻ 3 നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 2024-23 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രഞ്ച് വിപ്ലവം നോക്കാം. ഫ്രഞ്ച് റെവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവം, ഓരോ റെവല്യൂഷൻ പഠിക്കുമ്പോഴും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കീഴിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അമേരിക്കൻ വാർ പഠിച്ചപ്പോൾ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ഇപ്പം തോമസ് പെയിൻ, ജോൺ ലോക്ക്, അങ്ങനെയുള്ള കുറേ, പിന്നെ 13 കോളനികൾ, മെർക്കൻഡലിസം, അതൊക്കെ ഏതായി റിലേറ്റ് ചെയ്തതാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ബോസ്റ്റൺ ടീ പാർട്ടി, അമേരിക്കക്കാരൊക്കെ എപ്പോഴും ടീ കുടിക്കുന്നൊക്കെ ആലോചിച്ച് അമേരിക്കയായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ റെംബ് പാർലമെൻറ്റ്, ലോങ് പാർലമെൻറ്റ്, പിന്നെന്തായിരുന്നു സ്റ്റുവേർട്ട് രാജവംശമൊക്കെ ഏതിൻ്റെ ആയിരുന്നു? അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ റിവിഷൻ മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ തന്നെ ടോപ്പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം ക്ലാസ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണിത് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ അല്ലേ, 18-ാം നൂറ്റാണ്ടിൽ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്തിനൊക്കെ എതിരായിട്ടായിരുന്നു? രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും പിന്നെയോ ജന്മിത്വത്തിനെതിരെയും, ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച സാമൂഹിക കലാപമാണ് ഏത്? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം വർഷം എന്താണ്? 1789 അല്ലേ, 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നത് ഏത് കൊട്ടാരമാണ്? 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്ന കൊട്ടാരം ഏതാണ്? വേഴ്സായ് കൊട്ടാരമാണ് അല്ലേ, വേഴ്സായ് കൊട്ടാരം. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായ് കൊട്ടാരമാണ്. പിന്നെ ആ സമയത്തുള്ള ഭരണാധികാരികളൊക്കെ എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഫ്രാൻസിൽ ഏകാധിപത്യ ഭരണമായിരുന്നു. പിന്നെ ഭരണാധികാരികളൊക്കെ ധൂർത്തന്മാരുമായിരുന്നു. ഇനി ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം ഏതാണ്? ബോർബോൺ വംശമാണ് കേട്ടോ. ബോർബൺ ഡൈനാസ്റ്റി, ബോർബൺ വംശമാണ്. അപ്പോൾ 18-ാം നൂറ്റാണ്ട് 1789. പിന്നെ എന്താണ്? ബോർബൺ രാജവംശം, അവരുടെ കൊട്ടാരം വേഴ്സായ് കൊട്ടാരം. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എങ്ങനെയാണ്? ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകളായിട്ടാണ് അല്ലേ. ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകളായിട്ടാണ്. ഫ്രഞ്ച് സമൂഹത്തെ എങ്ങനെയാണ് തിരിച്ചിരുന്നത്? എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അതിൽ എത്ര എസ്റ്റേറ്റ് ഉണ്ട്? 3 എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. എത്ര എസ്റ്റേറ്റാണ് നിലവിലുണ്ടായിരുന്നത്? 3 കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകളായിട്ടാണ്. നിലനിന്നിരുന്ന എസ്റ്റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 3. അപ്പോൾ ഓരോ എസ്റ്റേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ എസ്റ്റേറ്റ്, അതിൽ എല്ലാ പോയിൻറ്റ്സും എഴുതിയിട്ടില്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് പറഞ്ഞു പോവാമെന്ന് വിചാരിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ തിദേ എന്ന നികുതിയുടെ കാര്യം ഓർത്തു വയ്ക്കുക. തിദേ. പിന്നെ നമുക്ക് 3ാമത്തെ എസ്റ്റേറ്റിലുണ്ട് ഒരെണ്ണം. ഏതാണ്? തൈലേ. അപ്പോൾ മാറിപ്പോരുത്. ഒന്നാമത്തേൽ ഏതാണ്? തിദേ. അതായത്
കർഷകരിൽ നിന്ന് തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. ആരുടെ കയ്യിൽ നിന്നാണ്? ഒന്നാമത്തെ എസ്റ്റേറ്റ് കർഷകരിൽ നിന്ന്, കർഷകരിൽ നിന്ന് തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. പിന്നെ ഇവിടെയുള്ള അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. ഈ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എന്തുണ്ട്? ധാരാളം ഭൂപ്രദേശമുണ്ടായിരുന്നു, ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിതേ എന്ന പേരിലുള്ള, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. പിന്നെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നത് ആരാണ്? ഇവിടെ നികുതി ഒന്നും കൊടുക്കണ്ടായിരുന്നു. ഈ ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ളവർ നികുതി ഒന്നും കൊടുക്കണ്ടായിരുന്നു, നോ നികുതി. ഓക്കെ, എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നതും ആരാണ്? ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നതും ആരാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? കർഷകരിൽ നിന്നും തിതേ എന്ന നികുതി പിരിച്ചു. പിന്നെ ഭൂപ്രദേശം, കുറേ ഭൂപ്രദേശം ഉണ്ടായിരുന്നു, നികുതി ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല അല്ലേ. പിന്നെ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചതും ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? രണ്ടാമത്തെ എസ്റ്റേറ്റ് സൈനിക സേവനം നടത്തി. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ എന്താണ്? സൈനിക സേവനം നടത്തി. സൈനിക സേവനം നടത്തിയത് രണ്ടാമത്തെ എസ്റ്റേറ്റ് ആണ്. പിന്നെ ഇവരും എന്ത് ചെയ്തു? കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികളൊക്കെ ഇവരും പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്കും ഭൂപ്രദേശം, വിശാലമായിട്ടുള്ള ഭൂപ്രദേശം ഇവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. വിശാലമായ ഭൂപ്രദേശം കയ്യിലുണ്ടായിരുന്നു. പിന്നെയോ ഇവിടെ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. അപ്പോൾ നോ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഈ നികുതി എന്ന് പറയുന്നത് കർഷകരുടെ നികുതിയാണ്. അവിടെ പേര് പറയുന്നില്ല. അപ്പം കർഷകരിൽ നിന്ന് പലതരം നികുതികൾ ആരും പിരിച്ചിട്ടുണ്ടായിരുന്നു? രണ്ടാമത്തെ എസ്റ്റേറ്റുകാരും പിരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ ഉള്ളത് ആഡംബര ജീവിതം നയിച്ചു എന്നുള്ളത്. ആഡംബര ജീവിതം നയിച്ചു. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റും രണ്ടാമത്തെ എസ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ നോക്കി പഠിക്കേണ്ട രണ്ട് കാര്യം. ഒന്നാമത്തെ സൈനിക സേവനം, പിന്നെ ഈ ആഡംബര ജീവിതം, ഇത് രണ്ടും. ബാക്കിയൊക്കെ നമ്മൾ സെയിം ആണ്. ഇനി ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഏതാണ്? നികുതിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? തിതേ എന്ന പേരിലുള്ള നികുതിയാണ് എവിടെ നിന്ന് പിരിച്ചത്? കർഷകരിൽ നിന്ന് പിരിച്ചത്. കിട്ടിയോ? ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റിലോട്ട് വരുമ്പോൾ തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. ആർക്കാണ്? സർക്കാരിന് നൽകണം. അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പിന്നെ ഭരണത്തിൽ ഒരു അവകാശവും ഉണ്ടായില്ല അല്ലേ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ എന്താണ്? ഭരണത്തിൽ ഒരു അവകാശമൊന്നും ഉണ്ടായില്ല. ഏറ്റവും താഴ്ന്ന സാമൂഹിക പദവിയുള്ള ഏതൊക്കെ എസ്റ്റേറ്റിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ തന്നെ പഠിക്കുക. അപ്പോൾ ഏറ്റവും താഴ്ന്ന സാമൂഹിക പദവിയാണ് അവർക്കുള്ളത്. അപ്പോൾ തൈലേ എന്ന നികുതി ആർക്കാണ് കൊടുക്കേണ്ടത്? സർക്കാരിന്. തൈലേ എന്ന പേരിലുള്ള ഭൂനികുതിയാണ്. തൈലേ എന്ന് പറയുന്നത് ഭൂനികുതി. അതാർക്ക് കൊടുക്കണം? സർക്കാരിന് കൊടുക്കണം. പിന്നെ അവർക്ക് ഭരണത്തിൽ ഒരു അവകാശം ഉണ്ടായില്ല. പിന്നെ എന്താണ്? താഴ്ന്ന സാമൂഹിക പദവിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, തൊട്ട് മുകളിലുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ള പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇവരെന്ത് കൊടുക്കണമായിരുന്നു? നികുതി നൽകണമായിരുന്നു. കിട്ടിയോ? 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിക്കും. ഇനി നമുക്ക് ഒന്നാമത്തെ എസ്റ്റേറ്റ്, ഫ്രഞ്ച് സമൂഹം എന്ന് പറയുന്ന 3 എസ്റ്റേറ്റുകളായി തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളത് ആരാണ്? പുരോഹിതരാണ്. ആരാണ്? പുരോഹിതർ. ഇംഗ്ലീഷിൽ നമ്മൾ ക്ലർജി എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? പ്രഭുക്കന്മാരാണ്. അപ്പോൾ പുരോഹിതർ, പിന്നെ ആരാണ്? പ്രഭുക്കന്മാരെ നമുക്ക് എന്ത് വിളിക്കാം? നോബിൾസ്. പിന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കോമൺസ്, അതായത് എല്ലാവരും, സാധാരണ കച്ചവടക്കാർ, അധ്യാപകർ, ബാങ്കർമാർ, ഉദ്യോഗസ്ഥർ, കർഷകർ, അങ്ങനെയുള്ള ഒരു മധ്യവർഗം. അതാണ് ഏത്? മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതർ.
രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റ് മധ്യവർഗം. ഓക്കെ, ഇനി ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പേരെന്തായിരുന്നു? നികുതിയുടെ പേര് തിദേ എന്നായിരുന്നു. കർഷകരിൽ നിന്നാണ് അത് വാങ്ങിയത്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഏതായിരുന്നു? തൈലേ. അത് ആർക്കാണ് കൊടുക്കേണ്ടിയിരുന്നത്? സർക്കാരിനാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സ്റ്റേറ്റ് ജനറൽ എന്ന് പഠിക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ് ജനറലിന് മുന്നേ ഒന്ന് കേട്ടിരുന്നാൽ മതി. നമ്മൾ പറഞ്ഞു ഈ രാജാക്കന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ഭയങ്കര ധൂർത്തന്മാരായിരുന്നു അല്ലേ? ഈ എന്താണ്, പിന്നെ ഏകാധിപത്യ ഭരണമാണ് നടത്തിയിരുന്നത്, ഭയങ്കര ധൂർത്തന്മാരായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഈ രാജാക്കന്മാരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ രാജാധികാരം ദൈവദത്തമാണ് എന്ന നിലയ്ക്ക്, അതായത് ദൈവത്തിൻ്റെ ഇതാണ് എന്ന നിലയ്ക്കാണ് അവരെല്ലാവരോടും പെരുമാറിയിരുന്നത്. ദൈവദത്തമാണ്. ഇപ്പോൾ രാജാധികാരം ദൈവദത്തമാണെന്ന നിലയ്ക്ക് അത് ഏത് റെവല്യൂഷൻ അല്ലെങ്കിൽ ഏത് വിപ്ലവവുമായി റിലേറ്റ് ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഫ്രഞ്ച് വിപ്ലവവുമായി റിലേറ്റ് ചെയ്തതായിരുന്നു എന്ന് പറയാം. പിന്നെ ലൂയി 14 ഭരണകാലഘട്ടത്തിൽ ഫ്രാൻസിൽ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആയിരുന്നു. അതിൻ്റെ പാരമ്യത്തിലെത്തിയത് അത് ലൂയി 14 ഭരണകാലഘട്ടത്തിലാണ്. ലൂയി 14 ഭരണകാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഭരണാന്ത്യത്തോടെ ഫ്രാൻസ് വൻ സാമ്പത്തിക തകർച്ചയും നേരിടാൻ തുടങ്ങി അല്ലേ? ഭയങ്കര ഇതായിട്ട് സ്വേച്ഛാധിപത്യവും അങ്ങനെയൊക്കെ നടന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ ഭരണമൊക്കെ അവസാനിക്കുന്ന സമയത്ത് ഫ്രാൻസ് എന്ന് പറയുന്നത് ഭയങ്കര തകർച്ചയായിരുന്നു. സാമ്പത്തിക തകർച്ച നേരിടാൻ തുടങ്ങിയ സമയമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലൂയി 16 കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു സമർത്ഥനായ മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രിയുടെ പേരെന്താണെന്ന് വെച്ചാൽ ടുർഗോ എന്നാണ്. ടുർഗോ. ഓക്കെ, അപ്പോൾ ലൂയി 16 ഒരു സമർത്ഥനായ മന്ത്രിയായിരുന്നു ആര്? ടുർഗോ. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് എങ്ങനെയൊക്കെ ചുരുക്കാൻ പറ്റും അതിനുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കിയും പിന്നെ വ്യാപാരം, കൃഷി അതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ആരാണ്? ഈ ടുർഗോയാണ്. അപ്പോൾ ടുർഗോ അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം അധികാരം ഏറ്റെടുത്ത് ധാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കറാണ്. നെക്കർ. എന്തുകൊണ്ടായിരിക്കും ഈ ടുർഗോ അധികാരത്തിൽ നിന്ന് പുറത്തായത്? നമ്മൾ പറഞ്ഞു ലൂയി 14 അവസാനത്തോടു കൂടി ഫ്രാൻസ് എങ്ങനെയായി മാറി? ഭയങ്കര സാമ്പത്തിക തകർച്ചയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് ലൂയി 16 കാലഘട്ടത്തിലാണെങ്കിൽ അവിടെ ഉണ്ടായ മന്ത്രിയുടെ പേര് ടുർഗോ എന്നാണ്. അദ്ദേഹം എല്ലാം നല്ല കാര്യങ്ങളൊക്കെയാണ്, ചിലവ് ചുരുക്കിക്കൊണ്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അതവർക്ക് ഇഷ്ടമായില്ല, അപ്പോൾ പുറത്താക്കി. അതിനുശേഷം വന്നത് ആരാണ്? നെക്കർ എന്ന് പറയുന്ന ആളാണ്. ഈ 2 പേരും ഒന്ന് ഓർത്തു വയ്ക്കുക. ഇവർ 2 പേരും, ഇപ്പോൾ ടുർഗോയാണെങ്കിലും നെക്കർ ആണെങ്കിലും ഈ ഫ്രാൻസിൽ പല പരിഷ്കാരങ്ങൾ, പല പദ്ധതികളൊക്കെ നടപ്പാക്കി. അത് കൂടുതലായിട്ടും മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു. അതെന്ത് സംഭവിച്ചു? മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു. അപ്പോൾ അത് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ എതിർപ്പിന് അത് ഇടയാക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നെക്കറും കൂടി പുറത്തായതോടെ എന്ത് സംഭവിച്ചു? സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഭയങ്കര രൂക്ഷമായി. അപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഈ ലൂയി 16 എന്ത് ചെയ്തു? ഒരു സാമ്പത്തിക തകർച്ചയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് പുതിയ നികുതി നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർത്തതാണ് ഇത് ഈ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ആരാണ്? ലൂയി 16. ഇപ്പോൾ ലൂയി 16 മന്ത്രിമാരിൽ വരുന്നതാണ് കേട്ടോ ആരൊക്കെ? ടുർഗോയും നെക്കറും. ഓക്കെ, അപ്പോൾ ആ നികുതി നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ലൂയി 16 വിളിച്ചു ചേർത്തതാണ് ഇത് ഈ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ജനറൽ. നമുക്ക് സ്റ്റേറ്റ് ജനറലിൽ നോക്കാം. അതിൽ അംഗസംഖ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. വിശദമായി തന്നെ നോക്കാം. സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന ആരാണ് വിളിച്ചു ചേർത്തത്? ലൂയി 16 എന്നാണ്? 1789. ഇതിനു മുന്നേ വിളിച്ചു ചേർത്തത് 1614. അതായത് ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായിട്ട് ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് 1789. ആര് വിളിച്ചു ചേർത്തു? ലൂയി 16. 1789.
ഇതിനു മുന്നേ വിളിച്ചത് എന്നാന്ന് ചോദിച്ചത് 1614, അതായത് 175 വർഷം അല്ലേ, 175 വർഷത്തിന് മുന്നെയാണ് ഇതിൽ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. ഇവർക്ക് സ്വന്തം കാര്യം മാത്രമല്ലേ, സ്വച്ഛാധിപത്യമായിട്ട് ധൂർത്തരായിട്ട് നടക്കുന്ന ആ ഒരു രീതി മാത്രമേ ഈ ഫ്രാൻസിലപ്പം രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് ജനറലൊന്നും വിളിക്കുന്ന കാര്യമൊന്നും അവർ നോക്കിയിരുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ 1789 ലൂയി 16 എന്ത് ചെയ്തു? സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഈ സ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3 എണ്ണം. നമ്മൾ ആദ്യം കണ്ടുല്ലോ, 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഓരോ എസ്റ്റേറ്റിൻ്റെ അംഗസംഖ്യ നോക്കാം. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ അംഗസംഖ്യ എന്ന് പറയുന്നത് 285. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിൽ അത് 308. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ അത് 621. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എത്രയായിരുന്നു അംഗസംഖ്യ? 285. രണ്ടാമത്തെ 308, മൂന്നാമത്തെ 621. ഇതിൽ വോട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓരോ എസ്റ്റേറ്റ്, അതായത് ഇപ്പം ഓരോ എസ്റ്റേറ്റ്, ഇപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്, അങ്ങനെ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും വാദിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ആരായിരിക്കും വാദിച്ചത്. ഫസ്റ്റ് 2 എസ്റ്റേറ്റാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്താ പറയുന്നത്? എസ്റ്റേറ്റുകൾക്ക് വോട്ട് മതി, അല്ലാതെ ഓരോ അംഗത്തിനും വോട്ട് വേണ്ട. എന്തുകൊണ്ടാണ്? കാരണം മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ആളുകൾ അല്ലെങ്കിൽ അംഗസംഖ്യ കൂടുതലുള്ളത്. അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് പറഞ്ഞു? ഓരോ അംഗത്തിനും വോട്ട് വേണം. എസ്റ്റേറ്റിനല്ല, ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്ന് വാദിച്ചത് ആരാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റാണ്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ അറിയപ്പെടുന്നതാണ് കോമൺസ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്നതാണ് കോമൺസ്. അങ്ങനെ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചതും ആരാണ്? ഈ തേർഡ് എസ്റ്റേറ്റാണ്. എന്താണ് പ്രഖ്യാപിച്ചത്? ഫ്രാൻസിലെ ദേശീയ അസംബ്ലി. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റാണ്. എന്തുകൊണ്ടാണ്? അവരാണ് അംഗസംഖ്യയിൽ കൂടുതലുണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ് ജനറലിൽ പറയുന്നത്. അപ്പോൾ അംഗസംഖ്യ ഓർത്തു വയ്ക്കുക. സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് 1789 ആരാണ്? ലൂയി 16 ആ ഒരു ഇത് ഓർത്തു വയ്ക്കാം. മന്ത്രിമാരുടെ പേരും ആ ഒരു കഥ പോലെ ഓർത്തു വയ്ക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഒന്ന് ഓർത്ത് നോക്കി. എന്തൊക്കെ കാര്യമാണ് ഫ്രഞ്ച് റെവല്യൂഷനായിട്ട് നമ്മൾ പഠിച്ചത്? വർഷം പഠിച്ചു അല്ലേ, 1789. പിന്നെ അവിടെ വേഴ്സായി കൊട്ടാരം, ബോർബൺ വംശം, പിന്നെ എസ്റ്റേറ്റിൽ ഓരോ തൈലേ ഓരോ എസ്റ്റേറ്റിലും ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇല്ലേ. പിന്നെ നമ്മൾ ഈ സ്റ്റേറ്റ് ജനറലിലേക്കാണ് വന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്. ഇപ്പം നമുക്കറിയാം ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, മാച്ച് ദ ഫോളോയിങ് രീതിയിൽ അല്ലേ, അങ്ങനെയൊക്കെ തരും. എന്നിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതായി റിലേറ്റ് ചെയ്തതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതായി റിലേറ്റ് ചെയ്തതാണ്? ഫ്രഞ്ച് റെവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നോക്കാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി നോക്കണേ. എന്താണ് ഗബല്ലെ? ഇതും കൂടി ഒന്ന് നോക്കാം. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കാം. എന്താണ്? ഫ്രാൻസിൽ ഉപ്പിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് ഈടാക്കുന്ന നികുതിയാണ് ഇത് ഗബല്ലെ എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ് നികുതി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എന്ത് നികുതി? ഉപ്പ്. ഫ്രാൻസിൽ ഉപ്പിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് ഈടാക്കിയിരുന്ന നികുതിയാണ് ഇത് ഗബല്ലെ. നമുക്കറിയാം, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു ഒന്നാമത്തെയും രണ്ടാമത്തെ എസ്റ്റേറ്റ്, അതായത് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എന്ത് ചെയ്യുന്നില്ല? പുരോഹിതരും പ്രഭുക്കരും എന്ത് ചെയ്യുന്നില്ല? ഈ നികുതിയിൽ നിന്ന് നികുതിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവരെ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഈ നികുതി നിർത്തലാക്കിയ ഒരു സമയമുണ്ട്, വർഷം ഓർത്ത് വയ്ക്കാം. 1790 മാർച്ചിലാണ്. 1790 മാർച്ചിലാണ് ഗബല്ലെ എന്ന് പറയുന്ന നികുതി നിർത്തലാക്കിയത്. അപ്പോൾ ഇത് ഉപ്പ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഉപ്പിൻ്റെ ഉപഭോഗത്തിനുള്ള നികുതി ആയിരുന്നു. അത് നിർത്തലാക്കിയത് 1790 മാർച്ചിലാണ്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ പഠിക്കാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അപ്പോൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം. ഇനി ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം എന്നാണ്? 1789 ജൂൺ 20. ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ 20. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് അടുത്തതും വരുന്നുണ്ട്, 89 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനിയും ബാസ്റ്റിൽ ജയിലിൻ്റെ ആക്രമണമൊക്കെ വരുന്നുണ്ട്. 89 തന്നെ കുറേ കാര്യങ്ങൾ നമുക്കിത് പഠിക്കാനുണ്ട്. അപ്പം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ജൂൺ 20-നാണ്. ജൂൺ 20-ന്. ഓക്കെ, 1789 ജൂൺ 20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? അതായത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു, ഏത് സ്റ്റേറ്റ് ജനറൽ അംഗസംഖ്യ എടുത്തപ്പോൾ കോമൺസ് പറയുകയുണ്ടായി. എന്ത് പറഞ്ഞു? ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു അല്ലേ, മൂന്നാമത്തെ സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ സ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. ഇപ്പം ഭരണഘടന ഫ്രാൻസിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ അവർ പിരിയുകയുള്ളൂ. അതാരാ പറഞ്ഞേ? മൂന്നാമത്തെ സ്റ്റേറ്റിലുള്ളവർ. അതിനെയാണ്, ആ സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി ഏതിനെ കണക്കാക്കാൻ സാധിക്കും? ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെ കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ 1789 ജൂൺ 20, 1789 ജൂൺ 20 ഓർത്ത് വയ്ക്കണം കേട്ടോ. ജൂൺ 20 അല്ലെങ്കിൽ 20/6/1789 ജൂൺ 20. ഇനി അടുത്തത് ബാസ്റ്റിൽ ജയിൽ ആക്രമണം. ബാസ്റ്റിൽ ജയിൽ തകർത്തതെന്നാണ്? അതും 1789 ഡേറ്റ്. ജൂലൈ 14 എന്നാണ്, ജൂലൈ 14. അപ്പോൾ ആദ്യം ടെന്നീസാണ് വരുന്നത്. ഇത് നമ്മുടെ കാലഗണന ക്രമത്തിൽ എഴുതാനൊക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ ടെന്നീസ് കോർട്ട് 1789 ജൂൺ 20. ബാസ്റ്റിൽ ജയിൽ ആക്രമണം എന്നാണ്? അത് തകർത്തത് 1789 ജൂലൈ 14-നാണ്. ഈ ജൂലൈ 14 എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നു. ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നു. ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നു. ഈ മുദ്രാവാക്യമൊക്കെ മുഴക്കിക്കൊണ്ട്, അതായത് മുദ്രാവാക്യത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികളെ തകർത്ത ജയിലാണ് ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. അത് തകർത്തത് 1789 ജൂലൈ 14-നാണ്. ആ ജൂലൈ 14 നമ്മൾ ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഏത് രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ ഏതിൻ്റെ പ്രതീകമായിരുന്നു ഈ ജയിൽ? ബോർബൺ രാജവംശത്തിൻ്റെ പ്രതീകമായിരുന്നു ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. ഇതും നമുക്ക് എന്ത് പറയാം? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നതും ഈ ബാസ്റ്റിൽ ജയിൽ ആക്രമണം. അവ രണ്ടും ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ടെന്നീസ് കോർട്ടും പറഞ്ഞു, ഇതേതാണ് ബാസ്റ്റിൽ ജയിലും പറയുണ്ടായി. അപ്പോൾ ജൂലൈ 14, മറ്റത് ജൂൺ 20. ഓക്കെ ആണല്ലോ. അടുത്തത് ഭക്ഷണം വേണം. എന്താ ഭക്ഷണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് നടത്തിയ പ്രകടനം അതെന്നാണ്? 1789 ഒക്ടോബറിലാണ്. ഒക്ടോബർ. അതും ഡേറ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ ഡേറ്റാണ് നമ്മൾ പഠിച്ചതിപ്പോൾ? 1789 ജൂൺ 20 എന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. പിന്നെ ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ. പിന്നെയോ ഇപ്പോൾ ഒക്ടോബർ ഭക്ഷണം വേണം. അതാരാണത്? സ്ത്രീകളാണ് കേട്ടോ. ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് 1789 ഒക്ടോബറിലാണ്. ഇത്രയൊക്കെ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഇതിൻ്റെ തന്നെ എന്താണ്? മനുഷ്യാവകാശ പ്രഖ്യാപനം.
ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് എന്നാണ്? 1789 ഓഗസ്റ്റ് 12-നാണ്. ഓഗസ്റ്റ് 12-നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത്. മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1789 ഓഗസ്റ്റ് 12. ഇതിൽ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടേതാണ്. റൂസോയുടെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഓർത്തു വയ്ക്കുക, റൂസോ ഈ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ആരുടേതാണ്? ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടേതാണ്. ഓക്കെ, ഇനി മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുള്ളൊരു സെൻറ്റൻസ് വായിക്കാവേ, ഓർത്തു വയ്ക്കണം. അത് ഏതിലാണ്? ഇപ്പോൾ ആ സെൻറ്റൻസ് തന്നിട്ട് ഏത് വിപ്ലവമായി റിലേറ്റ് ചെയ്തതാണ് എന്ന രീതിയിൽ ചോദിക്കുക. അപ്പോൾ ഓർത്തു വയ്ക്കുക. എന്താ പറയുന്നത്? എല്ലാ മനുഷ്യരും തുല്യരും സ്വതന്ത്രരുമാണ്. ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങളുടെ താൽപ്പര്യത്തിൻ്റെ പ്രതിഫലനമാണ് നിയമങ്ങൾ. ജനങ്ങൾ നേരിട്ടോ തങ്ങളുടെ പ്രതിനിധികളിലൂടെയോ അതിൽ പങ്കാളികളാക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏതിലാണ്? മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലാണ്. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് ഓർത്താൽ മതി അല്ലേ? സാധാരണ ജനങ്ങൾ. അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്, സ്വതന്ത്രരാണ് എന്നൊക്കെ പറയുന്നത് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം അതേതായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി റിലേറ്റ് ചെയ്തതാണ്. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് ഓഗസ്റ്റ് 12-നാണ്. ഓഗസ്റ്റ് 12. ഇനി ഈ ദേശീയ അസംബ്ലിയുടെ കുറച്ച് പരിഷ്കാരങ്ങളുണ്ട്. അത് നമുക്ക് നോക്കി വയ്ക്കണം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ ഏർപ്പെടുത്തി. എന്തൊക്കെയാണ് ഒന്നാമത്തെ പരിഷ്കാരം വരുന്നത്? എന്താണ് ഒന്നാമത്തേത്? ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ ഏർപ്പെടുത്തി. പിന്നെ ക്രൈസ്തവ സഭ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലായി. ക്രൈസ്തവ സഭ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലായി. സഭയുടെ ഭൂസ്വത്ത് ദേശസാൽക്കരിച്ചു. ഭൂസ്വത്ത് നാഷണലൈസ് ചെയ്തു അല്ലേ? ദേശസാൽക്കരിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി. എന്താ നമ്മൾ പഠിക്കുന്നത്? ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങളാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നടത്തി എന്നിട്ട് ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങളാണ് നോക്കുന്നത്. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി. പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി. ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു. ഭരണഘടനാ വിധേയമായ രാജവാഴ്ച നിലവിൽ വന്നു. ഇവിടെ നോക്കിയേ, ഭരണഘടനാ വിധേയമായ രാജവാഴ്ച, അങ്ങനെ തന്നെ പഠിക്കണേ. ഭരണഘടനാ വിധേയമായ രാജവാഴ്ച എന്ത് ചെയ്തു? നിലവിൽ വന്നു. ഇത്രയുമാണ് ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങളിൽ വരുന്നത്. ഒന്നും കൂടി നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തേത്, ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ ഏർപ്പെടുത്തി. ക്രൈസ്തവ സഭ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലായി. സഭയുടെ ഭൂസ്വത്ത് ദേശസാൽക്കരിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി. പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി. ഭരണഘടനാ വിധേയമായ രാജവാഴ്ച നിലവിൽ വന്നു. ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുതിയ ഭരണഘടന പ്രകാരം എന്തുണ്ടായി? ഒരു നിയമനിർമ്മാണ സഭയുണ്ടായി. ആ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കക്ഷികൾ ആരായിരുന്നു? ആരൊക്കെയായിരുന്നു ആ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കക്ഷികൾ? ജാക്കോബിൻ. ആരൊക്കെയാണ്? ജാക്കോബിൻ, പിന്നെ ജിറോണ്ടിസ്റ്റുകളും. ജാക്കോബിൻ എന്ന് പറയുന്നത് ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും. അതിൽ ഈ ജിറോണ്ടിസ്റ്റ് എന്ന് പറയുന്നത് മിതവാദികൾ. ജാക്കോബിനുകൾ എന്ന് പറയുന്നത് ജാക്കോബിൻ വിപ്ലവകരമായ ആശയങ്ങളുടെ വക്താക്കളാണ്. ഇത് ജാക്കോബിൻ വിപ്ലവം. ഓക്കെ, അപ്പോൾ ജാക്കോബിനുകൾ പിന്നെയോ ജിറോണ്ടിസ്റ്റുകളുമാണ് കക്ഷികളായിരുന്നത്. ഏതിൻ്റെ?
നിയമ നിർമ്മാണ സഭയിലെ പ്രധാന കക്ഷികളായിരുന്നത് ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളുമായിരുന്നു. ജിറോണ്ടിസ്റ്റ് എന്ന് പറയുന്നത് മിതവാദികൾ, ജാക്കോബിനുകൾ ആരായിരുന്നു? വിപ്ലവകരമായ ആശയങ്ങളുടെ വക്താക്കളായിരുന്നു. ഇതിൽ ഈ ജാക്കോബിനുകൾ താല്പര്യം പ്രകടിപ്പിച്ചത് എന്തിലാണെന്നറിയാവോ? റിപ്പബ്ലിക്കൻ ഭരണരീതിക്കാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതിയാണ് ഈ ജാക്കോബിനുകൾ താല്പര്യം പ്രകടിപ്പിച്ചത്. അതായത് നമ്മൾ തൊട്ട് മുമ്പേ ഈ ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ പറയുണ്ടായി, ഭരണഘടനാ വിധേയമായ രാജവാഴ്ച. പക്ഷേ ഭരണഘടനാ വിധേയമായ രാജവാഴ്ചയ്ക്ക് പകരം റിപ്പബ്ലിക്കൻ ഭരണരീതിക്ക് താല്പര്യം പ്രകടിപ്പിച്ചത് ആരായിരുന്നു? ജാക്കോബിനുകളായിരുന്നു. ജാക്കോബിനുകൾ എന്ന് പറയുന്നത് വിപ്ലവകരമായ ആശയങ്ങളുടെ വക്താക്കളായിരുന്നു. ഇനി പുതിയതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതെന്നാണ് ചോദിച്ചത് 1792 സെപ്റ്റംബറിലാണ്. എന്നാണ് 1792 സെപ്റ്റംബർ. രാജവാഴ്ചയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണരീതി എന്നതായിരുന്നു ഈ റിപ്പബ്ലിക് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ 1792 സെപ്റ്റംബറിൽ എന്ത് ചെയ്തു? ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ദേശീയ കൺവെൻഷൻ. ഓക്കെ, ദേശീയ കൺവെൻഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ഭീകരവാഴ്ച. ഭീകരവാഴ്ച എന്ന് പറയുന്നത് വർഷം ഓർത്തിരിക്കുക. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഭീകരവാഴ്ചയിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്നത്. സെപ്റ്റംബർ കൂട്ടക്കൊല. അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കുക. സെപ്റ്റംബർ കൂട്ടക്കൊല ഏത് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഫ്രഞ്ച് റവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷനിൽ നമ്മൾ ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ മാറിപ്പോരുത്, ശ്രദ്ധിക്കാം. ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചതെന്നാണ്. ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചതെന്നാണ് ചോദിച്ചാൽ അത് 1793 ജൂലൈയിലാണ്. 1793 ജൂലൈയിൽ. ഇവിടെ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്ത ഒരു സംഭവമാണ് ഇത് ഈ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ 1792 സെപ്റ്റംബറിൽ എന്ത് ചെയ്തു? ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു എന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് പഠിക്കുന്നത് 1793 ജൂലൈയിലാണ് ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അത് ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട്. ഇനി ഈ സെപ്റ്റംബർ കൂട്ടക്കൊല നമുക്കറിയാം എന്നായിരിക്കും 1792 സെപ്റ്റംബർ. 1792 സെപ്റ്റംബറിലാണ്. ഈ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് 1793 ജൂലൈയിലാണ്. ഈ പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ്. ആരാണ്? റോബിസ്പിയർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ പേര് ഓർത്ത് വയ്ക്കണേ. പൊതുസുരക്ഷാ കമ്മിറ്റി നേതൃത്വം നൽകിയത് ആരാണ്? റോബിസ്പിയർ ആണ്. ഇനി പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളുണ്ട്, 2 അംഗങ്ങൾ. മിറാബോ. ആരൊക്കെയാണ്? മിറാബോ പിന്നെ ഡാൻറ്റൺ. മിറാബോയും ഡാൻറ്റണുമാണ് പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ. അപ്പോൾ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് റോബിസ്പിയർ ആണ്. നേതൃത്വം നൽകിയത് റോബിസ്പിയർ. പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചതെന്നാണ് 1793 ജൂലൈയിലാണ്. അതിന് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ്. പിന്നെ അതിലുള്ള അംഗങ്ങളാണ് മിറാബോയും ഡാൻറ്റണും. ഇതിൽ ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ മിറാബോയും ഡാൻറ്റൺ എന്നിവർ ഉപയോഗിച്ചിരുന്ന ആയുധം ആണ് ഇത് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റിൽ അതിൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ. ഗില്ലറ്റിൻ. ശത്രുക്കൾ എന്ന് തോന്നിയവരെ വധിക്കാൻ മിറാബോയും ഡാൻറ്റൺ എന്നിവർ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ. ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിച്ച ഫ്രഞ്ച് ചക്രവർത്തിയാണ് ഏത്? ലൂയി 16 ഭാര്യ മേരി അന്റോയിനറ്റും. ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ലൂയി 16. ലൂയി 16 അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന മേരി അന്റോയിനറ്റ്.
ഗില്ലറ്റിൻ്റെ ഇരയായി വധിക്കപ്പെട്ട പൊതുസുരക്ഷാ കമ്മിറ്റി നേതാവ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. ആരാണ്? ആ നേതൃത്വം നൽകിയ ആൾ തന്നെ, റോബിസ്പിയർ. റോബിസ്പിയറും എങ്ങനെയാണ് ഈ ഗില്ലറ്റിന് ഇരയായിട്ട് വധിക്കപ്പെട്ടതാണ്. അപ്പോൾ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കാൻ വേണ്ടിയിട്ട് ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ മിറാബോയും ഡാന്റണുമാണ്. ഇങ്ങനെ ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചിരുന്ന ഒരു ഭരണം, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ഭീകരവാഴ്ച എന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. അങ്ങനെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചിരുന്ന ഫ്രാൻസിൽ നീണ്ടുനിന്ന ആ ഭരണമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. അത് 1793 ജൂലൈ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ജൂലൈ മുതൽ തൊട്ടടുത്ത വർഷം 1794 ജൂലൈ വരെ ഒരു വർഷം. ഓക്കെ. ഇപ്പോൾ പൊതുസുരക്ഷാ കമ്മിറ്റി ഓർക്കുക, റോബിസ്പിയർ പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകി. അതിലെ 2 അംഗങ്ങളുടെ പേര് ഓർക്കുക. പിന്നെ ഗില്ലറ്റിനിൽ വധിക്കപ്പെട്ടത് ആരൊക്കെയാണ്? ലൂയി 16 ഭാര്യയും പിന്നെ ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവായിരുന്ന റോബിസ്പിയറും. ഓക്കെ. ഇനി ഫ്രഞ്ച് ചിന്തകരും ആശയങ്ങളും നമുക്ക് നോക്കാം. ഫ്രഞ്ച് ചിന്തകരും ആശയങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതിലായിരുന്നു? ഡിഗ്രി പ്രിലിംസിന്, ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് 3rd സ്റ്റേജ് ആയിരുന്നു എന്ന് തോന്നുന്നു. അതിലൊക്കെ ചോദിച്ചതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചിന്തകരും ആശയങ്ങളുമായി റിലേറ്റ് ചെയ്ത് ഇത് എന്താണ്, ഒരു സെൻറ്റൻസ് തന്നിട്ട് അതാരാണ് പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ ആരാണ്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ ആരാണ്? വോൾട്ടയർ ആണ്. വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ ആരാണ്? വോൾട്ടയർ ആണ്. വോൾട്ടയറിൻ്റെ യഥാർത്ഥ നാമം ഫ്രാങ്കോയിസ് മേരി എറൗട്ട്. ഇനി അഥവാ വോൾട്ടയറിന് തന്നില്ലെങ്കിലോ, അല്ലേ? ഫ്രാങ്കോയിസ് മേരി എറൗട്ട് എന്നാണ് വോൾട്ടയറിൻ്റെ യഥാർത്ഥ നാമം. ഇപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ വോൾട്ടയർ ആണ്. വോൾട്ടയർ. പുരോഹിതന്മാർ ഏതിലായിരുന്നു? ഏത് എസ്റ്റേറ്റിലായിരുന്നു പുരോഹിതന്മാർ? ഏത് എസ്റ്റേറ്റിലാണ് പുരോഹിതന്മാരെ നമ്മൾ പഠിച്ചത്? 1ാമത്തെ എസ്റ്റേറ്റിൽ, അല്ലേ? അപ്പം അവരുടെ ചൂഷണത്തെ പരിഹസിച്ചത് വോൾട്ടയർ ആണ്. കുറച്ച് വോൾട്ടൊക്കെ ഉള്ള ആളാണ് 1ാമത്തെ എസ്റ്റേറ്റിലെ ആളെയും അവരുടെ ചൂഷണത്തേക്ക് പരിഹസിക്കാനുള്ള സാഹസം കാണിച്ചത്. ഇനി വോൾട്ടയറിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ഫ്രാങ്കോയിസ് മേരി എറൗട്ട് എന്നാണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം. ഇതൊക്കെയാണ് യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ ആരാന്ന് ചോദിച്ചാലും ആരാണ്? വോൾട്ടയർ ആണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ ആരാണ്? വോൾട്ടയർ ആണ്. അപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. പിന്നെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ ആരാണ്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും, അത് മൊണ്ടസ്ക്യൂ ആണ് കേട്ടോ. ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. ബാരൻ ഡി മൊണ്ടസ്ക്യൂ, അല്ലേ? ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. അത് മാത്രമല്ല, ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, ഏതൊക്കെയാണ്? ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, പിന്നെ ഏതാ? നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതും ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. അപ്പം മൊണ്ടസ്ക്യൂവിൻ്റെ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ്. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതും ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. വോൾട്ടയറിൻ്റെ 2 കാര്യങ്ങൾ: പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, പിന്നെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം. അടുത്തത് റൂസോ. ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? റൂസോയാണ്, അല്ലേ? റൂസോയാണ്. റൂസോ ജനിച്ചത് സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ.
സ്വിറ്റ്സർലൻഡിലാണ് റൂസോ ജനിച്ചത്. ദി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? റൂസോയാണ്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഈ സോഷ്യൽ കോൺട്രാക്റ്റ്. എന്താശയമാണ്? റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഈ സോഷ്യൽ കോൺട്രാക്റ്റിനെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. സോഷ്യൽ കോൺട്രാക്റ്റ്, സാമൂഹിക ഉടമ്പടി, മലയാളത്തിലെ സാമൂഹിക ഉടമ്പടി. അപ്പോൾ നോക്കിയേ, സോഷ്യൽ കോൺട്രാക്റ്റ് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? റൂസോയാണ്. പിന്നെയോ റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ്? സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതും സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് മൊണ്ടസ്ക്യൂ ആണ് കേട്ടോ. ബാരൻ ഡി മൊണ്ടസ്ക്യൂ ആണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മൊണ്ടസ്ക്യൂ. അദ്ദേഹം തന്നെയാണ് ഗവൺമെൻറ്റിനെ ഇങ്ങനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്നും വാദിച്ചത്. ഇനി റൂസോയുടെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉള്ള കൃതിയാണ് എമിലി. എഡ്യൂക്കേഷൻ എന്ന് ഓർക്കാം. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഓർത്ത് കഴിഞ്ഞാൽ എമിലി, എഡ്യൂക്കേഷൻ, എമിലി കിട്ടുമല്ലോ, എഡ്യൂക്കേഷൻ, എമിലി. അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി ഏതാണ്? എമിലിയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ടതും റൂസോയാണ്. നമ്മൾ പറഞ്ഞു സോഷ്യൽ കോൺട്രാക്റ്റ് എങ്ങനെയാണ്? സാമൂഹിക ഉടമ്പടി. അപ്പോൾ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ്? റൂസോയാണ് കേട്ടോ. ഇനി റൂസോ പറഞ്ഞ വാചകങ്ങൾ നോക്കിയേ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ്, ജനങ്ങളാണ് പരമാധികാരി. ഇത് രണ്ടും അഭിപ്രായപ്പെട്ടത് ആരാണ്? റൂസോയാണ് കേട്ടോ. റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ്, ജനങ്ങളാണ് പരമാധികാരി എന്നഭിപ്രായപ്പെട്ടത് റൂസോയാണ്. ഇതായിരുന്നു നമ്മുടെ ഏതിന് വന്നത്? ഡിഗ്രി പ്രിലിംസിന് വന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ പറയാം, അത് ഞാൻ വേറെ താഴെ കൊടുത്തിട്ടില്ല. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചെങ്ങലയിലാണ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: ജീൻ ജാക്വസ് റൂസോ, വോൾട്ടയർ, ബാരൻ ഡി മോണ്ടസ്ക്യൂ, ഡെന്നീസ് ഡിഡ്രോട്ട്. അപ്പോൾ ആരാണ്? റൂസോയാണ്. അപ്പോൾ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെ? ചെങ്ങലയിലാണ് റൂസോ. പിന്നെ ജനങ്ങളാണ് പരമാധികാരി എന്നഭിപ്രായപ്പെട്ടതും റൂസോയാണ്. ഇനി ലൂയി 14 പറഞ്ഞത് എന്താണ്? ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? ലൂയി 14 മാറിപ്പോരുത്, 14. ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഇനി മേരി ആൻറ്റോയിനറ്റ്. നമ്മളിപ്പോൾ ഗില്ലറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. ആരാണ് മേരി ആൻറ്റോയിനറ്റ്? ലൂയി 16 ഭാര്യ അല്ലേ? ലൂയി 16 ഭാര്യയാണ് ഈ മേരി ആൻറ്റോയിനറ്റ്. അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മേരി ആൻറ്റോയിനറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയല്ലോ. അപ്പോൾ ഫ്രഞ്ച് ചിന്തകരും ആശയങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ചിന്തകരും ആശയങ്ങളും. ഇനി നമുക്ക് ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയത് എന്ന് നോക്കാം. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ അല്ലേ? ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. മൈസൂർ ഭരണാധികാരിയായിരുന്നു അല്ലേ? ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരെന്തായിരുന്നു? പൗരനായ ടിപ്പു എന്നാണ്. എന്താണ്? പൗരനായ ടിപ്പു എന്നാണ് കേട്ടോ.
ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരാണ് പൗരനായ ടിപ്പു എന്നുള്ളത്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതും ആരാണ്? സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. എവിടെയാ? ശ്രീരംഗപട്ടണം. എവിടെയാണ്? ശ്രീരംഗപട്ടണത്ത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയും ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താനാണ്. ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ്. ഇത്രയാണ് നമുക്ക് ഇന്ത്യ ആയിട്ട് റിലേറ്റ് ചെയ്ത് ടിപ്പുവിൻ്റെ കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് എവിടെയാണ്? ശ്രീരംഗപട്ടണത്താണ്. ജാക്കോബിൻ അംഗമായിരുന്നതും ടിപ്പു സുൽത്താനായിരുന്നു. ഇനി നമ്മൾ നേരെ നെപ്പോളിയനിലേക്ക് പോവുകയാണ്. നെപ്പോളിയൻ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചും കൂടിയേ ഉള്ളൂ നമുക്കിനി പഠിക്കാനായിട്ട്. ആദ്യം നെപ്പോളിയൻ ജനിച്ചത് എവിടെയാണ്? സെൻറ്റ് കോഴ്സിക്ക ദ്വീപിൽ 1769 ഓഗസ്റ്റ് 15 നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിച്ചത്. എങ്ങനെയൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ, ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. എങ്ങനെയൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ, ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. ഈ ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചതും ഈ നെപ്പോളിയനാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. അദ്ദേഹം ജനിച്ചത് 1769. എന്നിട്ട് 99 ആയപ്പോൾ എന്ത് ചെയ്തു? ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. നെപ്പോളിയൻ അത് കഴിഞ്ഞ് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ അത് 1804. അപ്പോൾ 1799 എന്ത് ചെയ്തു? അധികാരം പിടിച്ചെടുത്തു. 1804 എന്ത് ചെയ്തു? ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചു. ഇനി കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എങ്ങനെയാണ് നോക്കി? ബ്രിട്ടനെ സാമ്പത്തികമായി കീഴടക്കിയാൽ യൂറോപ്പിൻ്റെ മേൽ ആധിപത്യം നേടാം എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ബ്രിട്ടനെതിരെ നടപ്പാക്കിയ ഒരു വ്യവസ്ഥയാണിത്, ഈ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. അതായത് ബ്രിട്ടനെ സാമ്പത്തികമായി കീഴടക്കിയാൽ യൂറോപ്പിൻ്റെ മേൽ ആധിപത്യം നേടാം, അല്ലേ? ബ്രിട്ടനെ കീഴടക്കിയാൽ തന്നെ യൂറോപ്പിൻ്റെ മേൽ ആധിപത്യം നേടാം എന്ന് മനസ്സിലാക്കി അദ്ദേഹം ബ്രിട്ടനെതിരെ നടപ്പാക്കിയൊരു വ്യവസ്ഥയാണിത്, കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. അപ്പോൾ കോണ്ടിനെൻ്റൽ വ്യവസ്ഥയായിട്ട് ആരൊക്കെ റിലേറ്റ് ചെയ്യുക? നെപ്പോളിയനെ റിലേറ്റ് ചെയ്ത് ഓർത്തു വയ്ക്കുക. ഇനി ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ 1806 അദ്ദേഹം ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചത്. എന്ത് ശാസനമാണ്? ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ 1806 അദ്ദേഹം ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് ബ്രിട്ടനെതിരായി യൂറോപ്പിലെ മറ്റ് രാഷ്ട്രങ്ങളെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായിരുന്നു. ഓക്കെ, അപ്പോൾ ബെർലിൻ ശാസനങ്ങൾ, കോണ്ടിനെൻ്റൽ വ്യവസ്ഥയൊക്കെ ആരുമായിട്ട്? നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ഓർത്തിരിക്കുക. ഇനി ലോകത്തിൻ്റെ സമുദ്രാധിപത്യം കൈയടക്കിയിരുന്ന ഇംഗ്ലണ്ട് ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തിലൂടെ ഫ്രാൻസിനെ ഉപരോധിച്ചു. ലോകത്തിൻ്റെ സമുദ്രാധിപത്യം കൈയടക്കിയിരുന്ന ഇംഗ്ലണ്ട് ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തോടെ ഫ്രാൻസിനെ ഉപരോധിക്കുകയുണ്ടായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ്. കുറേ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി.
കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. അപ്പോൾ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പിന്നെ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. എന്താ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്? പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. പിന്നെയോ ഗതാഗത പുരോഗതിക്കായിട്ട് നിരവധി റോഡുകൾ നിർമ്മിച്ചു. അപ്പോൾ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, സിങ്കിങ് ഫണ്ട് ഓർത്തു വയ്ക്കുക, പിന്നെ റോഡ് അല്ലേ. പിന്നെയുള്ളത് പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. അവരങ്ങനെയൊന്നും വിട്ടില്ല, തുറന്നു വിട്ടില്ല. എന്ത് ചെയ്തു? നിയന്ത്രണം ഏർപ്പെടുത്തി. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയുണ്ടായി. പിന്നെ നിലവിലുള്ള നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയും ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങൾ നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങളിൽ വരുന്നതാണ്. എന്തൊക്കെയാണ് ആ പോയിന്റ്സ് മാത്രം ഓർത്ത് വെച്ച്? ആദ്യം കർഷകർ അല്ലേ, കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, സിങ്കിങ് ഫണ്ട് കൊണ്ടുവന്നു, പിന്നെ റോഡുകൾ നിർമ്മിച്ചു, പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു, പുതിയ നിയമസംഹിതയും ഉണ്ടാക്കി. ഇനി നെപ്പോളിയനെ ആദ്യമായി നാടുകടത്തിയ ദ്വീപ് ഏതാണ്? എൽബ ദ്വീപാണ് കേട്ടോ. എൽബ ദ്വീപാണ് നെപ്പോളിയനെ ആദ്യമായി നാട് കടത്തിയത് 1814. 1814. അപ്പോൾ നമ്മളൊന്ന് ഡേറ്റ് നോക്കുമ്പോൾ ഏതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ? 1769 ജനിച്ചു. പിന്നെ 1799 എന്തായി? ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. 1804 എന്ത് ചെയ്തു? സ്വന്തമായിട്ട് ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചു. പിന്നെ 14 അദ്ദേഹത്തെ ആദ്യമായി നാടുകടത്തി. എവിടേക്ക്? എൽബ ദ്വീപിലേക്ക്. യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയൻ അധികാരം നഷ്ടമായ യുദ്ധം ഏതാണ്? നമുക്കറിയാം ഏത് യുദ്ധമാണ്? വാട്ടർലൂ യുദ്ധമാണ്. ഇമ്പോർട്ടൻ്റ് ആണല്ലേ, വാട്ടർലൂ യുദ്ധം. നെപ്പോളിയന് അധികാരം നഷ്ടമായ യുദ്ധം ഏതാണ്? വാട്ടർലൂ യുദ്ധമാണ്. ഇതിൽ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആർതർ വെല്ലസ്ലി ആണല്ലേ. ആർതർ വെല്ലസ്ലി ആണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. അത് 1815 കേട്ടോ. 1815 ആർതർ വെല്ലസ്ലി. ഈ ആർതർ വെല്ലസ്ലി ആണ് നമ്മൾ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലി ആണ്. ഇനി ഈ വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെൻറ്റ് ഹെലേന ദ്വീപാണ്. സെൻറ്റ് ഹെലേന ദ്വീപാണ് കേട്ടോ. സെൻറ്റ് ഹെലേന ദ്വീപാണ്. അപ്പോൾ 1814 ആദ്യമായിട്ട് നാടുകടത്തിയത് എൽബ ദ്വീപിലോട്ടും 1815 വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയത് സെൻറ്റ് ഹെലേന ദ്വീപിലാണ്. വാട്ടർലൂ ഇപ്പോൾ ഉള്ളത് ബെൽജിയത്താണ് കേട്ടോ. ബെൽജിയം. ഓക്കെ. ഇനി മാൻ ഓഫ് ഡെസ്റ്റിനി, വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാൻ ഓഫ് ഡെസ്റ്റിനി അഥവാ വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്നതും ആര് പറഞ്ഞതാണ്? നെപ്പോളിയൻ പറഞ്ഞതാണ് കേട്ടോ. നെപ്പോളിയൻ അന്തരിച്ചത് 1821 മെയ് 5-നാണ്. 1821 മെയ് 5-നാണ് നെപ്പോളിയൻ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം എവിടെയാണ്? പാരീസിലെ ലെസ് ഇൻവാലിഡ്സ് ആണ് ശവകുടീരം. ഓക്കെ, ശവകുടീരം ലെസ് ഇൻവാലിഡ്സ് എവിടെ? പാരീസിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞില്ലേ, പുരോഹിതന്മാരുടെ ചൂഷണത്തെ ഒക്കെ പരിഹസിച്ചത് ആരാണ്? വോൾട്ടയർ ആണ്. ഇച്ചിരി വോൾട്ടൊക്കെ ഉള്ള അല്ലേ. വോൾട്ടയർ ആണ് എന്ത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ആരാണ്? അത് നെപ്പോളിയനാണ്. ശിശു നെപ്പോളിയൻ.
മാറിപ്പോരുത് കേട്ടോ. പിതാവെന്ന് പറയുമ്പോൾ വോൾട്ടയർ ഓർത്തു വയ്ക്കണം. ആ പുരോഹിതന്മാരുമായിട്ടുള്ള കാര്യമൊക്കെ ഓർത്തു വയ്ക്കുക. റൂസോ പ്രവാചകനാണ്, പ്രവാചകൻ അല്ലേ? റൂസോയല്ലേ നമ്മളോട് എന്തൊക്കെ പറഞ്ഞത്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ്, പിന്നെ ജനങ്ങളാണ് പരമാധികാരി എന്നൊക്കെ പറഞ്ഞത് ആരാണ്? റൂസോയാണ്, റൂസോ. ഇനി മാരങ്കോയും കോപ്പൻഹേഗനും. എന്താണ് മാരങ്കോ എന്ന് പറയുന്നത്? നെപ്പോളിയൻ്റെ കുതിര. നെപ്പോളിയൻ്റെ കുതിരയുടെ പേരെന്തായിരുന്നു? മാരങ്കോ എന്നതായിരുന്നു. കോപ്പൻഹേഗൻ എന്ന് പറയുന്നത് ആർതർ വെല്ലസ്ലിയുടെ കുതിരയായിരുന്നു. ആർതർ വെല്ലസ്ലിയുടെ കുതിര. ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേരെന്താണ്? കോപ്പൻഹേഗൻ എന്നാണ്. കോപ്പൻഹേഗൻ എന്നായിരുന്നു. ഇപ്പം നെപ്പോളിയൻ്റെ കുതിര മാരങ്കോ, നെപ്പോളിയൻ്റെ കുതിര മാരങ്കോ, ആർതർ വെല്ലസ്ലിയുടെ കുതിര കോപ്പൻഹേഗൻ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാര്യങ്ങൾ നോക്കി. എന്തൊക്കെയാണ്? മദർ ഓഫ് ഓൾ റെവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. മദർ ഓഫ് ഓൾ റെവല്യൂഷൻ, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ്. രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് റെവല്യൂഷനാണ്. ഇനി ജനങ്ങളാണ് പരമാധികാരി അല്ലെങ്കിൽ ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത്, ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഏതാണ്? അത് ഫ്രഞ്ച് റെവല്യൂഷനാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ സംഭാവന ചെയ്തത് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. എവിടെ വെച്ച് അത് പറയുന്നത്? അവർ ആ മുദ്രാവാക്യം എപ്പോഴാണ് മുഴക്കുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിൽ ഏതായിരുന്നു? ബാസ്റ്റിൽ ജയിലാണ്. ബാസ്റ്റിൽ ജയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഓർക്കാലോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം. ഫ്യൂഡൽ വ്യവസ്ഥ അല്ലേ? ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയതും ഏതാണ്? ഫ്രഞ്ച് റെവല്യൂഷനാണ്. ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയത് ഫ്രഞ്ച് റെവല്യൂഷനാണ്. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവവും ഏതാണ്? ഫ്രഞ്ച് റെവല്യൂഷനാണ്. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവവും ഫ്രഞ്ച് റെവല്യൂഷനുമാണ്. ഇതിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ റൂസോയുടെ കാര്യം, അതുപോലെ തന്നെ പിന്നെ വോൾട്ടയറിൻ്റെ കാര്യം. ഈ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം അമേരിക്കൻ, പിന്നെ ഏതൊക്കെ നമ്മൾ പഠിച്ചത്? ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവവും അമേരിക്കൻ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനും കഴിഞ്ഞു. ഫ്രഞ്ച് റെവല്യൂഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് റഷ്യൻ റെവല്യൂഷനും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലെനിൻ്റെ കാര്യം, പിന്നെന്താണ് നമുക്ക് ഒക്ടോബർ വിപ്ലവമുണ്ട്, ഫെബ്രുവരി വിപ്ലവം, ബ്ലഡി സൺഡേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഏതിൽ പഠിക്കാനുണ്ട്? റഷ്യ. പിന്നെയുള്ളത് ചൈനീസ് വിപ്ലവം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഫ്രഞ്ചും റഷ്യയൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഇനി ആ രണ്ടെണ്ണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിപ്ലവമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തീരും. 1-2 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാറുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടി ക്രോഡീകരിച്ച് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വർഷമായിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇപ്പോൾ ഈ ചിന്തകന്മാർ ഏത് റെവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ന രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്